ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണ് വിശേഷം എന്നല്ലേ, ഇന്ന് നമ്മൾ ചക്ക കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്കിതാ കറിവേപ്പില പൊടി. അപ്പോൾ ഇതാ നമ്മൾ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിനകത്ത് കോമ്പിനേഷനായിട്ട് നമുക്ക് ബീഫ് എടുക്കാൻ പറ്റും, മീൻ എടുക്കാൻ പറ്റും, എല്ലാ കറികളും ഇതിനകത്ത് പറ്റും കേട്ടോ. പച്ചക്കറി പറ്റൂല, പച്ചക്കറി പറ്റത്തില്ല. ബാക്കി എല്ലാ കറിയും, ഇറച്ചിയും മീനും ഓൺലി. ചിക്കനും പറ്റും, പക്ഷേ ചിക്കൻ ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല. ഫിഷ് കറിയാണ് ഒന്നും കൂടി സെറ്റ്. ഇതാ നമുക്ക് കഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാവോ അറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഇതാ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, ടേസ്റ്റ് ഉണ്ടോ ഉപ്പുണ്ടോ എന്നാവോ നോക്കിയിട്ടില്ല. ഷുഗറിനൊക്കെ നല്ലതാണ് ചക്ക എന്നൊക്കെയാണ് പറയണത് കേട്ടിട്ടുള്ളത്. നമുക്കിവിടെ ഷുഗറൊന്നുമില്ല, പക്ഷെ എന്നാലും ചക്ക കൂട്ടാൻ ഇഷ്ടമില്ലാത്തത് ആരാലേ. ഇത് നല്ല വെന്ത് കുഴഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിരിക്കും. ഇത് വന്നിട്ട് എന്താ പറയുക, പുഴമീനാണ് കേട്ടോ. പുഴമീനാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല, കുഴപ്പമൊന്നുമില്ല, നല്ലതെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് കഴിക്കാറില്ല. ഞാൻ ആകെ ഒരു മീനാണ് കേട്ടോ വാങ്ങിയത്. എന്നിട്ട് എന്താണ് മീൻകാരനോട് ഞാൻ പറഞ്ഞേ എനിക്ക് ഒരു മീൻ മതി, കാരണം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് പൊരിച്ച് നോക്കുക, എന്നിട്ട് കഴിക്കുക, ടേസ്റ്റ് ഉണ്ടെങ്കിൽ പൈസയെ തരണ്ടാന്ന്. അങ്ങനെ വരെ പറഞ്ഞിട്ടാണ് ആൾ പോയത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നണില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കണമില്ല. നമുക്കിതാ ഇവിടെ നല്ല അടിപൊളി മീൻകറി ഞാൻ അതവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് മത്തിക്കറിയാണ് കേട്ടോ. മത്തിക്കറി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, മത്തി എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ കറി. അപ്പോൾ നമുക്ക് കുറച്ച് മത്തിയും കുറച്ച് ചാറ് കറിയും കൂടെ എടുത്തിട്ട് ഇതാക്കണം, നമ്മുടെ ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഐഷ് ബെഷ് 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 അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ കുറച്ച് ചാറോട് കൂടിയിട്ടൊക്കെ ഇങ്ങനെ കോരി എടുത്തിട്ട് കഴിച്ചു നോക്കാം, എന്താ ടേസ്റ്റ് എന്നാവോ. എനിക്കാണെങ്കിൽ ജലദോഷമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൊള്ളാം, ചവക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം എരിവുണ്ട്, നല്ല പുളിയുണ്ട്, പിന്നെ ചക്കേൻ്റെ ആ ടേസ്റ്റും ഉണ്ട്. എല്ലാം കൂടെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വെച്ചതുകൊണ്ടാണെന്ന് പറയല്ല കേട്ടാ.